ചോദ്യം ഇതാണ്. 8% നിരക്കിൽ സാധാരണ പലിശ നൽകുന്ന ഒരു ബാങ്കിൽ ഒരാൾ 3500 രൂപ നിക്ഷേപിക്കുന്നു. 146 ദിവസത്തിന് ശേഷം അയാൾക്ക് തിരികെ ലഭിക്കുന്ന തുക എത്ര എന്ന നമുക്കറിയാം. സാധാരണ പലിശ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? I = PNR/100 ആണ് അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ P എന്ന് പറയുന്ന നിക്ഷേപിച്ച തുകയാണ്, N എത്ര വർഷം എന്നതാണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, പലിശ നിരക്കാണ്. ഇവിടുത്തെ പ്രശ്നം ഈ ചോദ്യത്തിൽ എന്തെന്നാൽ ടൈം പീരീഡ് തന്നിരിക്കുന്നത് ദിവസമാണ്, 146 ഡേയ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു N വർഷത്തിലായിരിക്കണം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ വർഷത്തിലേക്ക് മാറ്റണം. ഒരു വർഷം 365 ദിവസങ്ങളാണ്. അപ്പം 146 ദിവസം എത്ര വർഷമാണെന്നറിയാം. 146 ഭാഗം 365 ചെയ്താൽ മതി. അപ്പോൾ എന്നിൻ്റെ വിലയായിട്ട് ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. തുടങ്ങിയാലോ? അപ്പം പലിശ കാണാനായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 3500. N നമ്മളിപ്പം പറഞ്ഞു 146/365 ആണ്. പലിശ നിരക്ക് 8%. അപ്പോൾ 8/100. ഇത്രയും ഓക്കെ ആണോ? ഇനി ക്യാൻസലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവരെ രണ്ടുപേരെയും നമുക്ക് 73 കൊണ്ട് വെട്ടിക്കളയാം അല്ലേ? 146 73 വെച്ച് കട്ട് ചെയ്താൽ 2 ആണ്. 365 73 വെച്ച് കട്ട് ചെയ്താൽ 5 ആണ്. ഇനി എങ്ങനെയാ? 2 സീറോസ് ക്യാൻസലാകും. ഈ 5 കയറി 35 വെട്ടും അല്ലേ? 5 ഗുണം 7 ആണ് 35. ബാക്കി എന്ത് വന്നു? നമുക്ക് പലിശ കിട്ടുന്നു. 7 ഉണ്ട്, 2 ഉണ്ട്, 8 ഉണ്ട് അല്ലേ? 7 ഗുണം 2 14 ആണ്. 14 ഗുണം 8 എത്രയാ? 112. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇതെന്താ നമുക്ക് കിട്ടേണ്ട പലിശ? ചോദ്യം എന്താ? അയാൾക്ക് തിരികെ ലഭിക്കുന്ന തുക എത്ര എന്ന എമൗണ്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്. എമൗണ്ട് കാണുന്നത് എങ്ങനെയാ? നിക്ഷേപിച്ച തുകയും തിരികെ കിട്ടണം, അതിൻ്റെ പലിശയും തിരികെ കിട്ടണം. നിക്ഷേപിച്ച തുക എത്രയാ? 3500 ആണ്. പലിശ എത്ര കിട്ടും? ഈ ടൈം പീരീഡ് കൊണ്ട് 112 പലിശ കിട്ടും. അപ്പം തിരികെ ലഭിക്കേണ്ട എമൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ 3612 രൂപയാണ്. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.